മൊബൈൽ ഫോണിൽ നോക്കി ഖുർആൻ ഓതിയാൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൂടുതൽ ശ്രേഷ്ഠത ഏതാണ്? ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. രണ്ടാമതൊരു ചോദ്യം, ആർത്തവകാരികളായ സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ നിഫാസുള്ള സ്ത്രീകൾക്ക്, അതേപോലെ വുളു ഇല്ലാത്ത അവസ്ഥയിലൊക്കെ മൊബൈൽ ഫോൺ നോക്കി ഖുർആൻ ഓതാനും ഖത്തം തീർക്കാനും അനുവാദമുണ്ടോ? ഇൻഷാ അള്ളാഹ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് നാം ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, മുസ്ഹഫിൽ നോക്കിക്കൊണ്ട് ഖുർആൻ ഓതുന്നതിന് വല്ല പ്രാധാന്യവുമുണ്ടോ? നമ്മൾ മനസ്സിലാക്കുക, ഈ വിഷയത്തിൽ മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുക എന്നുള്ളത്, അല്ലെങ്കിൽ മുസ്ഹഫിലേക്ക് നോക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ് എന്ന് പഠിപ്പിക്കുന്ന ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ആ ഹദീസുകളെല്ലാം ദുർബലമാണ്. അഥവാ മുസ്ഹഫിലേക്ക് നോക്കിയാൽ അത് ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞതായി പറയപ്പെട്ടിട്ടുള്ള ഹദീസുകളെല്ലാം ദുർബലമാണ്. എന്നാൽ സലഫുകളിലും ഖലഫുകളിലും പെട്ട പണ്ഡിതന്മാർ ഈ ഹദീസുകളൊന്നുമില്ലെങ്കിൽ പോലും മുസ്ഹഫ് അള്ളാഹുവിൻ്റെ കലാം, ആ അള്ളാഹുവിൻ്റെ കലാമിലേക്ക് നോക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നോക്കലായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന് സലഫുകളിലും ഖലഫുകളിലും പെട്ട, അഥവാ മുൻഗാമികളിലും അതിനുശേഷം വന്നവരിലും പെട്ട ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അത്തിബിയാനു ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, ഒരാൾ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയിട്ട് തൻ്റെ ഓർമ്മയിൽ നിന്ന് ഓതുന്നതിനേക്കാൾ പോലും ശ്രേഷ്ഠത മുസ്ഹഫിൽ നോക്കി ഓതൽ തന്നെയാണ് എന്നാണ്. അദ്ദേഹം പറയുന്നത്, ഖിറാഅത്തുൽ ഖുർആനി മിനൽ മുസ്ഹഫി അഫ്ളലു മിനൽ ഖിറാഅത്തി അൻ ലഹ്രിൽ ഖൽബ്. ഒരാൾ മെമ്മറിയിൽ നിന്ന് ഖുർആൻ ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതലാണ്. കാരണം ലിഅന്ന നളറ ഫിൽ മുസ്ഹഫി ഇബാദത്തുൻ മത്ലൂബത്തുൻ. മുസ്ഹഫിലേക്ക് നോക്കുക എന്നുള്ളത് ഒരു ഇബാദത്താകുന്നു, ചെയ്യേണ്ടതായ ഒരു ഇബാദത്താകുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ സംഭവിക്കുന്നത്. ഫതജ്തമിഉൽ ഖിറാഅത്തു വൻ നളറു. അപ്പോൾ ഖുർആൻ ഓതുക എന്ന അതിൻ്റെ പ്രതിഫലവും ലഭിക്കും, മുസ്ഹഫിലേക്ക് നോക്കുക എന്നതിൻ്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ്. ഹാക്കദാ ഖാലഹു അൽ ഖാദി ഹുസൈൻ മിൻ അസ്ഹാബിന. ഷാഫിഈ മദ്ഹബിൽപ്പെട്ട ഖാദി ഹുസൈൻ അപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. വ അബൂ ഹാമിദുൽ ഗസ്സാലി, അബൂ ഹാമിദുൽ ഗസ്സാലിയും വ ജമാഅത്തും മിനസ് സലഫ്, പൂർവികരിൽപ്പെട്ട വലിയ ഒരു സംഘവും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വനഖലൽ ഗസ്സാലി ഫിൽ ഇഹ്യാ അന്ന കസീരീന മിന സ്വഹാബത്തി റളിയല്ലാഹു അൻഹും കാനൂ യഖറഊന മിനൽ മുസ്ഹഫി വയക്റഹൂന അൻ യഖ്റുജ യൗമുൻ വലം യൻളുറു ഫിൽ മുസ്ഹഫി. ഇമാം ഗസ്സാലി അദ്ദേഹത്തിൻ്റെ അൽ ഇഹ്യായിൽ ധാരാളം സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അവർ മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുന്നവരായിരുന്നു. മുസ്ഹഫിൽ നോക്കാതെ ഒരു ദിവസം കടന്നു പോകുന്നതിനെ അവർ വെറുത്തിരുന്നു. അപ്പോൾ ഒരാൾ മെമ്മറിയിൽ നിന്ന് ഖുർആൻ ഓതുന്നതിനേക്കാൾ പോലും ഖൈർ മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുന്നതിനാണ്. കാരണം അവിടെ രണ്ട് ഫളലുകൾ ലഭിക്കുന്നു. ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഫളല്, മറ്റൊന്ന് മുസ്ഹഫിലേക്ക് നോക്കുന്നതിൻ്റെ ഫളല്. വീണ്ടും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വറവാ ഇബ്നു അബി ദാവൂദ് അൽ ഖിറാഅത ഫിൽ മുസ്ഹഫി അൻ കസീരീന മിനസ് സലഫ്. ഇബ്നു അബി ദാവൂദ് ധാരാളം സലഫുകളിൽ നിന്ന് മുസ്ഹഫിൽ നോക്കിക്കൊണ്ടുള്ള ഖുർആൻ പാരായണം അത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. വലം അറ ഫീഹി ഖിലാഫൻ. ഇമാം നവവി പറയുന്നു, അതിലൊരു ഖിലാഫ്, അഭിപ്രായ വ്യത്യാസം എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വലൗ ഖീല ഇന്നഹു യഖ്തലിഫു ബിഖ്തിലാഫിൽ അഷ്ഖാസ്. എന്നാൽ ചില വ്യക്തികൾക്കനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ ഫളലിൽ വ്യത്യാസമുണ്ടാകും. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അഥവാ ചില ആളുകൾക്ക് മുസ്ഹഫിൽ നോക്കാതെ മെമ്മറിയിൽ നിന്ന് ഖുർആൻ ഓതുമ്പോൾ, ഹിഫ്ളാക്കിയത് ഓതുമ്പോൾ, മുസ്ഹഫിൽ നോക്കാതെ ഓതുമ്പോൾ കൂടുതൽ ഭക്തിയും കൂടുതൽ തഖ്വയും കൂടുതൽ മനസാന്നിധ്യവും ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അവർക്ക് മുസ്ഹഫിൽ നോക്കാതെ ഹിഫ്ളിൽ നിന്ന് തന്നെ ഖുർആൻ ഓതാവുന്നതാണ്. എന്നാൽ അതല്ലാത്ത സാഹചര്യങ്ങളിൽ മുസ്ഹഫിൽ നോക്കിക്കൊണ്ട് ഖുർആൻ ഓതുന്നതാണ് കൂടുതൽ അഫ്ളൽ. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്നതിൻ്റെ ഫളലുമായി ബന്ധപ്പെട്ടല്ല. ഉദാഹരണത്തിന് ഒരു ഹർഫ് ഓതിയാൽ 10 കൂലി എന്നുള്ളത് അത് ഹിഫ്ളിൽ നിന്ന് ഓതിയാലും കിട്ടും, മുസ്ഹഫിൽ നോക്കി ഓതിയാലും കിട്ടും, മൊബൈൽ ഫോണിൽ നോക്കി ഓതിയാലും, എവിടെ നോക്കി ഓതിയാലും ഒരു ഹർഫിന് 10 കൂലി എന്നുള്ളത് കിട്ടും. ഒരായത്ത് ഓതിയാലുള്ള ഫളല്, ഒരായത്തെ ഹിഫ്ളാക്കിയാലുള്ള ഫളല്, അത് എങ്ങനെയാണെങ്കിലും മുസ്ഹഫിൽ നിന്നാണെങ്കിലും അല്ല എങ്കിലും കേട്ടിട്ടാണെങ്കിലും അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല.
മറിച്ച് ഇവിടെ കൂടുതൽ ഫളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മുസ്ഹഫിൽ നോക്കുക എന്നതിൻ്റെ ഫളുലാണ്. എന്നാൽ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ഹഫിൽ നോക്കുന്നത് ഇബാദത്താണ് എന്നുള്ള ആ നിലക്ക് സൂചന നൽകുന്ന ഹദീസുകൾ ദുർബലമാണെങ്കിലും മുസ്ഹഫിൽ നോക്കുക എന്നുള്ളത് ഇസ്ലാമിലെ പൊതുവായ നന്മയുടെ തത്വപ്രകാരം മുസ്ഹഫിൽ നോക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എപ്രകാരമാണ്? ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനായ മസ്ജിദുൻ നബവിയിലെ മുദർരിസായ ഹൈഅത്തു കിബാറിൽ ഉലമയിലെ മെമ്പറായിട്ടുള്ള അദ്ദക്തൂർ സാലിഹുൽ ഉസൈമി ഹഫിളഹുല്ല അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് മുസ്ഹഫിൽ നോക്കി ഓതുന്നതിന് കൂടുതൽ പ്രാധാന്യം? അദ്ദേഹം പറയുന്നത് വദാലിക ലി ഷറഫിൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ മഹത്വം പരിഗണിച്ചാണ്. അൽ ഖുർആൻ കമാ തഷ്റുഫുൽ ഉദ്നു ബിസമാഇഹി തഷ്റുഫുൽ ഐനു ബിൻ നളരി ഇലൈ. പരിശുദ്ധ ഖുർആനിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന കാതുകൾക്ക് മഹത്വമുള്ളതുപോലെ, അതിന് പ്രാധാന്യമുള്ളതുപോലെ, ആ കാതുകൾ പരിശുദ്ധ ഖുർആനിൻ്റെ ഖിറാഅത്ത് കേട്ട് ധന്യമാകുന്നത് പോലെ തന്നെ മുസ്ഹഫിലേക്ക് നോക്കുക വഴി കണ്ണുകൾക്കും ആ ഒരു ധന്യതയും ആ ഒരു ഷറഫും ലഭിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ കലാമിലേക്കാണ് നോക്കുന്നത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ, മുസ്ഹഫ്. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതിലേക്ക് നോക്കുക എന്നതാണ് അവിടുത്തെ പുണ്യം ലഭിക്കാനുള്ള കാരണം. ഫയുസാബുൽ അബ്ദു അലാ ദാലിക ലിനളരിഹി ലിമാ യുഹിബ്ബുഹുല്ലാഹു വയർളാ. അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നിലേക്ക് നോക്കുന്നതിന് പുണ്യമുണ്ട്. ഏതുപോലെ കമാ അന്നഹു യുഗ്ളബു അലൈഹി വയുആഖദു ഇദാ നളറ ഇലാ മാ ഹറമഹുല്ലാഹു അസ്സ വജൽ വകരിഹു. അള്ളാഹുവിന് വെറുപ്പുള്ള, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യത്തിലേക്ക് നോക്കിയാൽ അതിന് കുറ്റം കിട്ടുന്നത് പോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒന്നിലേക്ക് നോക്കിയാൽ അതിനെന്തുണ്ട്? അതിന് കൂലിയുമുണ്ട്. അത് പൊതുവായ തത്വപ്രകാരമാണ്. ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ദുർബലമാണെങ്കിലും പൊതുവായ തത്വപ്രകാരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒന്നിലേക്ക് നോക്കുമ്പോൾ അതിന് പ്രത്യേകം കൂലിയുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുമ്പോൾ ഈ രണ്ട് ഫളലുകൾ ലഭിക്കുന്നു. ഒന്ന് മുസ്ഹഫിലേക്ക് നോക്കുന്ന ഫളല്, മറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഫളൽ. അതുകൊണ്ട് മെമ്മറിയേക്കാൾ കൂടുതൽ മുസ്ഹഫിൽ നോക്കി ഓതുന്നതിന് പ്രാധാന്യമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാരണങ്ങൾക്ക് ഒരുപാട് വജ്ഹുകൾ നമുക്ക് സലഫുകളിൽ നിന്നും അതേപോലെ പിൽക്കാലഘട്ടത്തിൽ വന്ന പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാകുന്നത് മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുന്നതിന് പ്രത്യേകതയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, മൊബൈൽ ഫോണിൽ നിന്നും ഓതലാണോ മുസ്ഹഫിൽ നിന്ന് ഓതലാണോ കൂടുതൽ നല്ലത്? കാരണം മൊബൈൽ ഫോണിലും ഉള്ളത് മുസ്ഹഫ് തന്നെയാണല്ലോ. അപ്പോൾ ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ്. യഥാർത്ഥത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പണ്ഡിതന്മാർ ആരും തന്നെ മുസ്ഹഫ്, മൊബൈൽ ഫോണിലുള്ള മുസ്ഹഫിന് അതല്ലാത്ത പ്രിൻ്റഡായ മുസ്ഹഫിൻ്റെ അതേ ദർജ ആരും നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഉലമാക്കളെല്ലാം ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞത്, ഒരാൾക്ക് മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഖുർആൻ ഓതാൻ വുളുവിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ആർത്തവകാരികളായ സ്ത്രീകൾക്കും നിഫാസുള്ള സ്ത്രീകൾക്കുമൊക്കെ മൊബൈൽ ഫോണിലെ മുസ്ഹഫിൽ ഓതാവുന്നതാണ്. കാരണം അതല്ലാത്ത മുസ്ഹഫിനോട് ഒരിക്കലും തുലനം ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് മുസ്ഹഫ് പോലെയല്ല, പ്രിൻ്റഡായ മുസ്ഹഫ് പോലെയല്ല മൊബൈൽ ഫോണിലുള്ളത്. അതുകൊണ്ട് അത് ഉളുവില്ലാതെ ഓതാം. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? മുസ്ഹഫിൻ്റെ, പ്രിൻ്റഡായ മുസ്ഹഫിൻ്റെ ഒരു ഷറഫ്, അതിൻ്റെ ഒരു ഫളല് അതൊരിക്കലും മൊബൈൽ ഫോണിലുള്ള ആ മുസ്ഹഫിന് ഇല്ല. അതുകൊണ്ടാണല്ലോ വുളുവില്ലാതെയും അവിടെ സ്പർശിക്കാം. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ഹഫ് അല്ല സ്പർശിക്കുന്നത്, മൊബൈൽ ഫോണാണ്. അവിടെ പ്രത്യക്ഷപ്പെടുന്ന അക്ഷരങ്ങൾ അത് എഴുതപ്പെട്ട മുസ്ഹഫിലെ അക്ഷരങ്ങളിൽ നിന്നും വ്യത്യാസമാണ്. അത് ഏത് സന്ദർഭത്തിലും നീങ്ങിപ്പോകാം, അത് മാഞ്ഞു പോകാം. നമുക്കിഷ്ടമുള്ളത് അതിൻ്റെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് ഖുർആൻ പോലെ മുസ്ഹഫ് പോലെ ഒരുപോലെയല്ല എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽപ്പെട്ട പണ്ഡിതനായ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പള്ളിയിൽ പോയാൽ ചില സന്ദർഭങ്ങളിൽ എനിക്ക് വുളു ഉണ്ടാവുകയില്ല. അപ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് ഞാൻ ഖുർആൻ ഓതുന്നു. മൊബൈൽ ഫോണിൽ നിന്ന് ഖുർആൻ ഓതുന്നതിന് വുളുവിൻ്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം നൽകിയ മറുപടി, ഹാദാ മിന തറഫ് അല്ലദി ളഹറ അലന്നാസ്. ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു നിഅമത്താണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. എന്നാൽ അൽ മസാഹിഫു വൽഹംദുലില്ലാ മുതവഫിറത്തുൻ ഫിൽ മസാജിദി വബി തബാഅത്തിൻ ഫാഖിറ. എല്ലാ മസ്ജിദുകളിലും ധാരാളമായി മുസ്ഹഫുകളുണ്ടല്ലോ.
ഫലാ ഹാജത ലിൽ ഖിറാഅത്തി മിനൽ ജവ്വാൽ. പിന്നെ എന്തിനാണ് മൊബൈൽ ഫോണിൽ നിന്ന് ഖുർആൻ ഓതുന്നത്? പള്ളികളിൽ ധാരാളം മുസ്ഹഫുകളുണ്ട്. എന്നിരിക്കെ മൊബൈൽ ഫോണിൽ നിന്ന് എന്തിനാണ് ഖുർആൻ ഓതുന്നത്? വലാകിൻ ഇദാ ഹസല ഹാദാ, എന്നാലും ഒരാൾ മൊബൈൽ ഫോണിൽ നിന്ന് ഖുർആൻ ഓതുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് നറ അന്നഹു യഖുദു ഹുക്മൽ മുസ്ഹഫ് ഫലാ നറ അന്നഹു യഖുദു ഹുക്മൽ മുസ്ഹഫ്. എന്നാൽ മുസ്ഹഫിൻ്റെ അതേ ഹുക്മ് മൊബൈൽ ഫോണിലുള്ള ആ എഴുത്തിനില്ല. കാരണം അൽ മുസ്ഹഫു ലാ യമസ്സുഹു ഇല്ലാ താഹിറുൻ, മുസ്ഹഫ് ശുദ്ധിയുള്ളവർക്ക് മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ. കാരണം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അംർ ഇബ്നു ഹസ്ം റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്തിൽ കാണാം, അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ താഹിറുൻ, ശുദ്ധിയുള്ളവരല്ലാതെ, അഥവാ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയുള്ളവരല്ലാതെ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. അപ്പോൾ മുസ്ഹഫിനാണ് ആ ഹുക്കുമുള്ളത്, ആ നിയമമുള്ളത്. കാരണം മുസ്ഹഫിന് അതിൻ്റേതായ പവിത്രതയുണ്ട്, അതിൻ്റേതായ ബഹുമാനമുണ്ട്, അതിൻ്റേതായ ആദരവുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലുകാർ ഡയറക്റ്റായിട്ട് മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല, നിഫാസ് ഉള്ളവർ സ്പർശിക്കാൻ പാടില്ല, ജനാബത്തുകാർ സ്പർശിക്കാൻ പാടില്ല, വുളു ഇല്ലാത്തവരും മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. എന്നാൽ ഈ ഹുക്കുമുകളൊന്നും മൊബൈൽ ഫോണിന് ബാധകമല്ല. ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമായി മൊബൈൽ ഫോണിലൂടെ ഓതുന്നതിനേക്കാൾ മുസ്ഹഫിൽ നിന്ന് ഓതുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മുസ്ഹഫിൻ്റെ പ്രത്യേകതയാണ്. മുസ്ഹഫിൽ നോക്കുന്നത് തന്നെ അത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഖിറാഅത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്കാണ്. എന്നാൽ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ ഉദാഹരണത്തിന് മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അതിന് 10 കൂലിയുണ്ട് എന്നതിന് മൊബൈൽ ഫോണിലൂടെ ഓതിയാൽ വ്യത്യാസമൊന്നും വരികയില്ല. അത് മുസ്ഹഫിൽ നിന്ന് ഓതിയാലും മൊബൈൽ ഫോണിലൂടെ ഓതിയാലും മെമ്മറിയിൽ നിന്ന് ഓതിയാലും അതിൻ്റെ പ്രതിഫലത്തിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫ്ളഹുള്ളയോട് തന്നെ വീണ്ടും ചോദിക്കപ്പെട്ടു, മൊബൈൽ ഫോണിലൂടെ ഖുർആൻ ഓതിയാൽ അല്ലെങ്കിൽ മുസ്ഹഫിൽ നിന്ന് ഖുർആൻ ഓതിയാൽ ഇതിൽ കൂടുതൽ ശ്രേഷ്ഠത ഏതിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂലി തമ്മിൽ വ്യത്യാസമുണ്ടോ, പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ലാ ഫർഖ ബൈനഹുമ, അവ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കുല്ലുഹു കിതാബത്തുൽ ഖുർആൻ, അതെല്ലാം തന്നെ ഖുർആനിൻ്റെ എഴുത്തുകളാണ്. ലാക്കിന്നൽ ഖിറാഅത മിനൽ മുസ്ഹഫി ഔല, എന്നാലും മുസ്ഹഫിലൂടെ ഖുർആൻ ഓതലാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. ലിഅന്നൽ മുസ്ഹഫ മുഅദ്ദുൻ ലിദാലിക്, കാരണം മുസ്ഹഫ് അതിനായിട്ട് ഉള്ളതാണ്. വഅല്ലാഹു കിതാബത്തൻ, വളരെ വ്യക്തമായ എഴുത്തുമായിരിക്കും. ഫഹുവ ഔല മിനൽ ഖിറാഅതി മിനൽ ജവ്വാൽ, അതുകൊണ്ട് തന്നെ മൊബൈലിൽ നിന്ന് ഓതുന്നതിനേക്കാൾ കൂടുതൽ മുൻഗണന മുസ്ഹഫിൽ നിന്ന് ഖുർആൻ ഓതുന്നതിന് തന്നെയാണ് കൊടുക്കേണ്ടത്. എന്നാൽ വൽ ഖിറാഅതു മിനൽ ജവ്വാലി ജായിസ, എന്നാൽ മൊബൈൽ ഫോണിൽ നോക്കി ഖുർആൻ ഓതുന്നത് ജായിസാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു ഹർഫ് ഓതിയാൽ കിട്ടുന്ന കൂലി അല്ലെങ്കിൽ ഒരു ആയത്ത് ഓതിയാൽ കിട്ടുന്ന കൂലിയിൽ അത് മൊബൈൽ ഫോണിലാണെങ്കിലും വ്യത്യാസമില്ല, അതേപോലെ തന്നെ മുസ്ഹഫിലാണെങ്കിലും വ്യത്യാസമില്ല. എന്നാൽ മുസ്ഹഫിന് അതിൻ്റേതായ ഒരു ആദരവും ബഹുമാനവും ഫضലും ശ്രേഷ്ഠതയുമുണ്ട്. ആ മുസ്ഹഫിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഖുർആൻ പാരായണത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായത് മുസ്ഹഫ് സ്പർശിക്കണമെങ്കിൽ നമുക്ക് വുളുവിൻ്റെ ആവശ്യമുണ്ട്, എന്നാൽ മൊബൈൽ ഫോൺ സ്പർശിക്കുവാൻ വുളുവിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ആയത്തുകൾ സ്പർശിക്കാനും വുളുവിൻ്റെ ആവശ്യമില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടാമതുള്ള ചോദ്യം, നമ്മളതിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു എങ്കിൽ പോലും രണ്ടാമതൊരു ചോദ്യമാണ്, അങ്ങനെ മൊബൈൽ ഫോണിൽ നോക്കി ഖുർആൻ ഓതുകയാണെങ്കിൽ വുളുവിൻ്റെ ആവശ്യമുണ്ടോ? ആർത്തവകാരികൾക്കും മറ്റും മൊബൈൽ ഫോണിൽ നോക്കി ഖത്തം തീർക്കാമോ? ഖത്തം തീർക്കാം. കാരണം ഖുർആൻ ഓതുന്നതിന് ഇവർക്ക് വിലക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഒരു കണ്ടീഷൻ ഒഴികെ. ഏതാണത്? ജനാബത്തുകാരായിരിക്കുക എന്നുള്ളത്. ഇതാണ് ഈ വിഷയത്തിലെ പ്രബലമായ പണ്ഡിതാഭിപ്രായം. സലഫി പണ്ഡിതന്മാർ വളരെ കൃത്യമായി അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും മറ്റും വിശദീകരിക്കേണ്ടുന്ന ഒരു വേദിയല്ല ഇത്. അപ്പോൾ ജനാബത്തിൻ്റെ സന്ദർഭത്തിലല്ലാതെ, ജനാബത്തുകാരനാണെങ്കിൽ മെമ്മറിയിൽ നിന്നും ഖുർആൻ ഓതാൻ പറ്റില്ല, മൊബൈലിൽ നിന്നും ഖുർആൻ ഓതാൻ പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ജനാബത്തുകാരനല്ലാത്ത അവസ്ഥകൾ, അഥവാ ചെറിയ അശുദ്ധിയുള്ള അവസ്ഥയിലോ അതേപോലെ തന്നെ ഹൈലും നിഫാസും ഉള്ള അവസ്ഥ, അതൊരിക്കലും ജനാബത്തുകാരോട് അവരെ താരതമ്യപ്പെടുത്താൻ പാടില്ല, ഖിയാസാക്കാൻ പാടില്ല. ആ ഖിയാസ് ശരിയല്ല എന്ന് കാര്യകാരണ സഹിതം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആർത്തവകാരികളായ നിഫാസുള്ള സ്ത്രീകൾക്കും ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്കും
അവരുടെ മെമ്മറിയിൽ നിന്ന് ഖുർആൻ ഓതാം. അതുകൊണ്ട് തന്നെ അവർക്ക് മൊബൈൽ ഫോണിലുള്ള ഖുർആൻ ഓതുന്നതിന് തടസ്സമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു നാസിറുൽ ബറാഖ് അഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിറുൽ ബറാഖ് ഹഫ്ളഹുള്ളയോട് ഇതേ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ, അഥവാ വുളുവില്ലാതെ ത്വഹാറയില്ലാതെ മൊബൈൽ ഫോണിൽ നിന്ന് ഖുർആൻ ഓതാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, വ അമ്മാ ഖിറാഅത്തുഹു മിനൽ മുസ്ഹഫ് ഫതശ്തരിതു ത്വഹാറ ലിൽ മസ്സിൽ മുസ്ഹഫി മുത്ലഖൻ. മുസ്ഹഫിൽ നിന്ന് ഓതുമ്പോഴാണ് ത്വഹാറത്ത് ആവശ്യമായിട്ടുള്ളത്. കാരണം മുസ്ഹഫ് സ്പർശിക്കാൻ നമുക്ക് വുളു അതല്ലെങ്കിൽ ശുദ്ധി ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും വലിമാ ജാഅ മിനൽ ആസാരി അനി സ്വഹാബത്തി വത്താബിഈൻ, സ്വഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും ആ വിഷയത്തിൽ എമ്പാടും റിവായത്തുകൾ വന്നിട്ടുണ്ട്. എന്നാൽ മൊബൈൽ ഫോണിന് മുസ്ഹഫിൻ്റെ ഹുക്കുമില്ല. അതുകൊണ്ട് വഅലാ ഹാദാ യൽഹറു അന്നൽ ജവ്വാല വനഹ്വഹു മിനൽ അജ്ഹിസ അല്ലത്തി യുസജ്ജലു ഫീഹൽ ഖുർആൻ ലൈസ ലഹാ ഹുക്മുൽ മുസ്ഹഫ്. അതുകൊണ്ട് തന്നെ മുസ്ഹഫിൻ്റെ ഹുക്കുമ് മൊബൈൽ ഫോണിലില്ല. അതുകൊണ്ട് വഅലൈഹി ഫയജൂസു മസ്സുൽ ജവ്വാലി അവി ശരീഅത്തി അല്ലദീ സുജ്ജില ഫീഹിൽ ഖുർആൻ. ഖുർആനുള്ള മൊബൈൽ ഫോൺ സ്പർശിക്കുന്നതിനോ ഖുർആനുള്ള കാസറ്റുകൾ CD-കൾ സ്പർശിക്കുന്നതിനോ വുളുവിൻ്റെ ആവശ്യമില്ല. വതജൂസുൽ ഖിറാഅത്തു മിൻഹു, അതിൽ നിന്ന് ഖുർആൻ ഓതലും അനുവദനീയമാണ്. വലൗ മിൻ ഗൈരി ത്വഹാറ, ശുദ്ധിയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും, എന്നാൽ ജനാബത്തൊഴികെ. അപ്പോൾ ഇതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതോടൊപ്പം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, മൊബൈൽ ഫോണിൽ നോക്കി ഖുർആൻ ഓതലെല്ലാം ഖൈറാണെങ്കിലും ഹാഫിളുകളായ ആളുകളും അഥവാ മുസ്ഹഫിൽ നിന്ന് ഹിഫ്ളാക്കുന്ന ആളുകൾ മൊബൈൽ ഫോണിൽ നോക്കി ഹിഫ്ളാക്കുമ്പോൾ അതല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഇഷ്കാൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും മൊബൈൽ ഫോണിൽ ഒരു പേജാണ് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കറിയാം, മുസ്ഹഫ് തുറന്നു വെച്ചാൽ 2 പേജും നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ ഹിഫ്ളാക്കുന്ന ആളുകൾക്കൊരു ഐഡിയ ഉണ്ടാകും, ഏതാണ് ആദ്യമുള്ള വലതുഭാഗത്തുള്ള പേജ് ഏതാണ്, ഇടതുഭാഗത്തുള്ള പേജ് ഏതാണ് എന്നൊരു ഐഡിയ അവർക്കുണ്ടാകും ഹിഫ്ളാക്കുമ്പോഴും. എന്നാൽ അത് നേരെ മൊബൈൽ ഫോണിലേക്ക് പോകുമ്പോൾ ആ ഐഡിയ പെട്ടെന്ന് കണ്ണിൽ 2 പേജ് കാണാത്തത് കൊണ്ട് പെട്ടെന്ന് അതിൽ ഇഷ്കാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹാഫിളീങ്ങളായ ആളുകൾ പരമാവധി മൊബൈൽ ഫോൺ ഒഴിവാക്കിയിട്ട് മുസ്ഹഫിൽ നിന്ന് തന്നെയാണ് ഖുർആൻ ഓതേണ്ടത്.